ഐക്യത്തിൽ അണിനിരക്കുന്നവർ ശശി കുളപ്പുള്ളി, ലിജി വിശ്വം ആൻഡ് മുരളി കലാഭവൻ. പണിക്കരെ, കുറെ നാളായില്ലേ ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ എന്നെ ഉരുട്ടാൻ പഠിപ്പിച്ചില്ല. ഉരുട്ടാൻ പഠിപ്പിക്കാൻ ഇതെന്താ പോലീസ് സ്റ്റേഷനോ? അതല്ല, കബഡി ഉരുട്ടാൻ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതാവുമ്പോ ഞാൻ തന്നെ അങ്ങോട്ട് പഠിപ്പിച്ചോളാം. ആരോ വരുന്നുണ്ട്. ഈ ജോത്സ്യൻ കുഞ്ഞികൃഷ്ണ പണിക്കർ ഇവിടെ ഇല്ലേ? എന്താ സംശയം? പുറത്ത് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? പുറത്ത് 2 ബോർഡ് കണ്ടു. ജോത്സ്യൻ കുഞ്ഞികൃഷ്ണ പണിക്കരെന്നും പട്ടിയുണ്ട് സൂക്ഷിക്കാന്നും. അതിൽ താൻ ആദ്യം കണ്ട ബോർഡിലെ കുഞ്ഞികൃഷ്ണ പണിക്കർ അത് ഞാനാ. ഇതെന്റെ ശിഷ്യനും. അപ്പോൾ പട്ടി പുറത്തുണ്ട്. എന്റെ മുതുകും പുറത്തല്ല. ശരി, വരിക, ഇരിക്കുക, മൊഴിയ. അതിനെന്താ കുഴപ്പം? എന്താണോ താൻ കാണിക്കുന്നേ? ഒഴിയാൻ പറഞ്ഞു. ഒഴിയാനല്ല, മൊഴിയാൻ. അതായത് പറയാൻ. എന്ത് പറയാൻ? പ്രശ്നം വെച്ചൊന്ന് അങ്ങോട്ട് നോക്കുക. അതിന് താൻ ഇവിടെ കിടന്ന് പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. അതെല്ലാം പണിക്കര് നോക്കിക്കോളും. താൻ വർത്താനം പറഞ്ഞു സമയം കളയാതെ കബഡി കളിക്കുക. അല്ല, കബഡി ഇങ്ങോട്ട് നിരത്തുക. എന്താ നാളെ? മൂരാടം. മൂരാടോ? അതെ, മൂല നാള് കഴിഞ്ഞ് പൂരാടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാ ഞാൻ ജനിച്ചതെന്ന് അമ്മ പറഞ്ഞേ. അപ്പോ ടൈമിങ് തെറ്റിയല്ലേ? അല്ല, എന്റെ മൂലവും നാളാ. അല്ലല്ല, എന്റെ നാളും മൂലമാ. എന്നാ പിന്നെ താനിങ്ങനെ മൂലക്കിരിക്കാതെ അങ്ങോട്ട് വിട്ടിരിക്കുക. ഓം ശ്രീ ഗണപതേ നമ, ഓം ശ്രീ ചാമുണ്ടേ നമ. എന്നാൽ ആ കാല് ഇങ്ങോട്ട് വെച്ചോളൂ. എടോ, തന്റെ കാലല്ല, കാൽപ്പണം. അതിങ്ങോട്ടുണ്ട് തന്നോളൂ. എന്ന് വെച്ചാ കാലണ, അതായത് 25 പൈസ. 25 പൈസ ഇല്ലടോ, അതൊക്കെ സർക്കാർ നിരോധിച്ചില്ലേ. 1000ന്റെ കാലം എത്രയാ? 250. അപ്പൊ കണക്കറിയാം. ആ 250 രൂപ ഇങ്ങോട്ട് തന്നോളൂ. ദക്ഷിണ. ഭക്ഷണത്തിനായി. എന്താ ജോലി? ഞാനൊരു സ്കൂൾ മാഷാ. ഓം ശ്രീ വിജ്ഞാനകോശേ ലക്ഷണേ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ. ഈ മാസം വിനോദയാത്ര, ധനനഷ്ടം, മാനഹാനി തുടങ്ങിയവ ഉണ്ടാകാനിടയുണ്ട്. അതെങ്ങനെ മനസ്സിലായി? എടോ, സ്കൂൾ മാഷല്ലടോ വന്നിരിക്കണേ. വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ടൂറെങ്കിലും ഉണ്ടായില്ലേ? ടൂറ് പോയാ കാശ് പോയില്ലേ? കാശ് പോയാ എന്താ? ധനനഷ്ടം. പിന്നെ കയ്യിലിരിപ്പോണ്ട് അല്പസ്വല്പം മാനവും പോകും. അങ്ങനെ ഇത്തവണത്തെ ഓണം വെക്കേഷനും ഇതെല്ലാം ഉണ്ടാകാനിടയുണ്ട്. അതായത് അത്തം, ചിത്തിര, ചോതി, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പൊ ഇത്തവണ തിരുവോണം ഇല്ലേ? മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാണ്ടിരിക്കുക. ഞാനൊന്ന് വാരി വെച്ച് നോക്കട്ടെ. കിട്ടുന്ന മുഴുവൻ ഒറ്റക്ക് വാരി വെക്കാണ്ട് എനിക്കും കുറച്ച് വാരാൻ തരിക. എന്റെ പണിക്കരെ, എനിക്ക് എന്റെ ജീവിതം മടുത്തു. എനിക്കും. അതെന്താ, വിവാഹം കഴിച്ചുവോ? ഈ അടുത്ത കാലത്താണ് കഴിച്ചത്. കണ്ടക ശനി കൊണ്ടേ പോകൂ. താനും വിഡിച്ചിരങ്ങള് പൊലമ്പാണ്ടിരിക്കുക. അപ്പോ ഭാര്യയാണ് പ്രശ്നം. ശരി, പോം വഴി ഉണ്ടോന്ന് നോക്കട്ടെ. പോകാനുള്ള വഴിയല്ലേ അതിലേ. ഓം ശ്രീ അപ്പങ്ങളെമ്പാടും ഒറ്റക്കു ചുട്ടമ്മായി സ്വാഹ. അമ്മായി ചുട്ടത് മരുമോനുക്കായി. ശ്ലോകം മനസ്സിലായില്ലേ? ഉസ്താദ് തിരുമേനിടാ. ഇനി ഭാര്യയുടെ പേരും നാളും തൊഴിലും ഒക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. പേര് തരുണി, നാള് ഭരണി. അപ്പൊ രൂപവും ഭരണി പോലെ ആയിരിക്കും അല്ലേ? അല്ലല്ല, നല്ല ഗ്ലാമറാ. അതുകൊണ്ടാ അവൾ സീരിയലിൽ അഭിനയിക്കാൻ പോണത്. എന്തായാലും ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാ. ഞാനല്ല, ഇപ്പൊ മറ്റു പലരും അവളെ നോക്കണത്. ഇപ്പൊ ചന്ദ്രനാണ് കർമാധിപസ്ഥാനത്ത് നിൽക്കുന്നത്. അതെ, അവൻ ഒറ്റ ഒരുത്തന്നെ ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. ആര്? ചന്ദ്രൻ. അവൻ അവളെ സീരിയലിൽ അഭിനയിപ്പിക്കാനെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. വ്യാഴത്തിന് കേതുവിന്റെ അപഹാരം നാം കാണുന്നുണ്ട്. സേതുവിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല. ശുക്രമണ്ഡലത്തിൽ നിന്നും ശനിയുടെ മൂർത്തിഭാവത്തിന്റെ ശക്തി കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടെന്നാ? അതെ, ഇനിയുള്ള 15 വർഷക്കാലത്തേക്ക് തനിക്കിനി സുഖമായിട്ട് ജീവിക്കാം. അതെന്താ? തന്റെ ഭാര്യ മെഗാ സീരിയലിലാണോ അഭിനയിക്കാൻ പോയിരിക്കുന്നത്. ഇനി ആ സീരിയല് തീരും വരെ തനിക്ക് അവളെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടായില്ല. നിശം.